വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അവർ സീക്രട്ട് എന്ന ഡ്രാമയുടെ 3ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയുന്നത് മുഴുവൻ എഴുതുന്ന ശീലം ഉപേക്ഷിച്ച് പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്യണം എന്ന് സിയയുടെ ഉപദേശം ഷിയാനെ ചൊടിപ്പിക്കുന്നു. റാങ്കിങ്ങിൽ എന്നേക്കാൾ പുറകിലുള്ള നീ എന്നെ ഉപദേശിക്കുന്നത് എന്തിനാണ് എന്ന് അവൾ ചോദിക്കുന്നു. ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം അവളുടെ ചോദ്യം കേട്ട് അവിടേക്ക് നോക്കി അവളെ കളിയാക്കുന്ന വിധത്തിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങുന്നു. മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് നിനക്ക് നേരെ ഒരു ആരോപണം വരുന്ന ആദ്യമായിട്ടായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് ഷിഷി സിയയെ കളിയാക്കുന്നു. നിങ്ങളെല്ലാം കൂടി ഷിയാനെ കളിയാക്കുന്നത് എന്തിനാണ്? അവൾ പുതിയതായി വന്നതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ് വാൻ ഷിയാൻ്റെ വക്കാലത്തിന് വരുന്നു. എന്നിട്ട് ഷിയാനോടായി സിയയാണ് ഈ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻറ്റ്, മാത്രമല്ല അവൻ ദേശീയ ഒളിമ്പിക്സ് മത്സരത്തിലും പങ്കെടുത്തിരുന്നു. അതിനുവേണ്ടി റോബോട്ടുകളെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ ക്ലാസ്സുകളുടെ തിരക്കിലായതുകൊണ്ടാണ് അവൻ എൻട്രൻസ് എക്സാമിൽ മാർക്ക് കുറഞ്ഞു പോയത്. മാത്സിന് അവൻ എപ്പോഴും ഫുൾ മാർക്കാണ് എന്നൊക്കെ വാൻ സിയയുടെ പഠന മികവിനെക്കുറിച്ച് ഒരു ലഘു വിവരണം തന്നെ ഷിയാന് കൊടുക്കുന്നു. അവളാണെങ്കിൽ ആകെ ചമ്മി ആരുടെയും മുഖത്ത് പോലും നോക്കാതെ ഇരിക്കുകയാണ്. എനിക്ക് ടീച്ചർ പഠിപ്പിച്ചതിൽ ചില സംശയങ്ങളുണ്ട്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് വാൻ സിയയോട് ചോദിക്കുന്നുണ്ട്. ഷിയാനോട് കുറച്ച് സമയത്ത് അവിടെ നിന്ന് മാറിത്തരാമോ എന്ന് അവൾ ചോദിക്കുന്നു. ഷിയാൻ ഒന്നും പറയാതെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. ഷാദി വാൻ്റെ പെരുമാറ്റം ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവളെ നോക്കുന്നുണ്ട്. പുറത്തിറങ്ങിയ ഷിയാൻ നാണക്കേട് സങ്കടവും കൊണ്ട് തല കുനിച്ചു പിടിച്ച് ധൃതിയിൽ എവിടേക്കോ നടക്കുന്നു. അവൾ പോകുന്നത് ക്ലാസ്സിന് വെളിയിൽ നിൽക്കുകയായിരുന്ന ബോസോങ് കാണുന്നു. അവളുടെ പോക്കിൽ അവന് പന്തികേട് തോന്നിനാൽ അവൻ അവൾക്ക് പുറകെ ചെന്ന് എന്തു പറ്റിയെന്ന് അന്വേഷിക്കുന്നു. അവൾ പക്ഷേ കാരണമൊന്നും പറയുന്നില്ല. അവളുടെ മൂഡ് ഓഫ് മാറ്റാനായി ബോസോങ് അവളെ ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് റൂഫ് ടോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതെൻ്റെ സീക്രട്ട് പ്ലേസ് ആണ്, ആദ്യമായാണ് ഞാൻ ഒരാളുമായി ഇത് ഷെയർ ചെയ്യുന്നത് എന്നവൻ പറയുന്നു. ഷിയാൻ ഒന്ന് റിലാക്സ് ആയി എന്ന് തോന്നിയപ്പോൾ മൂഡ് ഓഫ് ആയതിൻ്റെ കാരണം എന്താണെന്ന് ഇനി പറയാമോ എന്നവൻ ചോദിക്കുന്നു. ഇവിടുത്തെ കുട്ടികളും ഞാനും തമ്മിൽ എനിക്ക് വലിയ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു എന്നവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചിട്ട് അതായിരിക്കും കാരണം എന്ന് ഞാൻ ഊഹിച്ചിരുന്നു. നിന്നേക്കാൾ 2 വർഷം മുമ്പ് ഞാനിവിടെ വന്നതല്ലേ, അന്ന് എനിക്കും ഇതുപോലെ ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിന്നെപ്പോലെ ഇങ്ങനെ ഡിപ്രസ് ആവാതെ തനിച്ചിരുന്ന് കരയാൻ ഞാനൊരു സ്ഥലം കണ്ടെത്തി എന്നവൻ പറയുന്നു. അവർ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കാര്യമാണ് അവൻ പറയുന്നത് എന്നവൾക്ക് മനസ്സിലാകുന്നു. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ കരുതിയിരുന്നത് സ്കൂൾ പഠിക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ് എന്നാണ്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറി. ഇവിടെ പല കാര്യങ്ങളും എനിക്ക് വളരെ പുതിയതായിരുന്നു. പക്ഷേ സിറ്റിയിൽ വളർന്ന ഇവിടുത്തെ കുട്ടികളൊക്കെ അതുമായി എന്നെ പൊരുത്തപ്പെട്ടിരുന്നു. അവർ എന്നേക്കാൾ വളരെ ദീർഘവീക്ഷണമുള്ളവരാണ്. ഞാൻ അഭിമാനം കൊണ്ടിരുന്ന എൻ്റെ നല്ല ഗ്രേഡ് പോലും ഇവിടെ ഒന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നവൻ പറയുന്നു. അവൻ്റെ ആ സംഭാഷണം ഷിയാൻ്റെ മനസ്സിലെ ഭാരം കുറച്ച് കുറയ്ക്കുന്നുണ്ട്. എനിക്കിവിടുത്തെ കുട്ടികളോട് അസൂയ തോന്നുകയാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, മാത്രമല്ല അവർ പഠിക്കാനും വളരെ മിടുക്കരാണ്. നമ്മൾ ചിലപ്പോൾ മറ്റൊരു ലോകത്തിൽ നിന്ന് വന്നതുപോലെ തോന്നിപ്പോവുകയാണ് എന്നവൾ വിഷമത്തോടെ പറയുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞവൻ അവളെ വിലക്കുന്നു. നമ്മൾക്ക് അവരുമായി ചെറിയ ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷേ നീ ആ ഗ്യാപ്പിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അറിവും കാഴ്ചപ്പാടുമൊക്കെ നമുക്ക് പഠനത്തിലൂടെ നേടാവുന്നതേ ഉള്ളൂ. നമ്മൾ ആൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന കാര്യം മറക്കരുത് എന്ന് പറഞ്ഞ് ബോസോങ് അവൾക്ക് ധൈര്യം നൽകുന്നു. ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ് അവൾ ക്ലാസ്സിലേക്ക് മടങ്ങിയെത്തിയതും. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും വാൻ്റെ സംശയം തീർന്നിരുന്നില്ല. ഒന്നുകൂടി പറഞ്ഞു തരുമോ എന്നവൾ സിയയോട് ചോദിക്കുന്നു. ഉപേക്ഷിച്ച് പോകരുത് എന്ന് ബോസോങ് പറഞ്ഞത് ഓർമ്മിച്ചുകൊണ്ട് ഷിയാൻ വാങ്ങിനോട് ഈ സീറ്റിൽ തന്നെ നീ സ്ഥിരമായിരുന്നോ, ഞാൻ നിന്റെ സീറ്റിൽ നിന്നോളാം എന്ന് പറഞ്ഞ് തൻ്റെ സാധനങ്ങൾ പെറുക്കിയെടുക്കുന്നു. സിയയ്ക്ക് അത് പക്ഷേ തീരെ സ്വീകാര്യമായിരുന്നില്ല. നീ ഇപ്പോൾ പോവുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് മടങ്ങി വന്നേക്കരുത് എന്നവൻ അവൾക്ക് വാണിംഗ് കൊടുത്തെങ്കിലും അവളത് വകവയ്ക്കാതെ വാൻ്റെ സീറ്റിലേക്ക് പോകുന്നു. വാൻ സന്തോഷത്തോടെ ചെന്ന് സാധനങ്ങളും എടുത്ത് ഷിയാൻ്റെ സീറ്റിൽ വന്നിരിക്കുന്നു. സിയയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ഷിയാൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ സിയ സൈക്കിളിൽ പുറകെ വന്നെങ്കിലും അവൻ അവളെ മൈൻഡ് ചെയ്യാതെ പാസ് ചെയ്ത് പോകുന്നു. ഷിയാൻ്റെ അച്ഛൻ നേരത്തെ വീട്ടിലെത്തിയിരുന്നു. അമ്മ അവളുടെ ബാഡ്ജ് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കോങ് ഇതെടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. വീട് മുഴുവൻ അരിച്ചു പെറുക്കിയാണ് ഞാനിത് കണ്ടെത്തിയതെന്ന് അച്ഛനെ അറിയിക്കുന്നു. ഷിയാന് സ്കൂൾ ഇഷ്ടപ്പെട്ടോ, അവൾ എന്തു പറഞ്ഞു എന്നൊക്കെ അമ്മ ചോദിച്ചപ്പോൾ സ്കൂളിൽ വെച്ച് എനിക്ക് അവളോട് സംസാരിക്കാനേ പറ്റിയില്ല. അവൾ വളർന്നു വരുന്തോറും നമ്മളിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നത് പോലെ ഒരു തോന്നൽ. മുമ്പ് നമ്മുടെ കീഴിൽ നിന്ന് മാറാതിരുന്ന കുട്ടിയാണ് എന്ന് അച്ഛൻ ആശങ്കയോടെ പറയുന്നു. അവൾക്കിപ്പോൾ 16 വയസ്സാകുന്നില്ലേ, അവൾ നമ്മളോട് അകലം കാണിച്ചില്ലെങ്കിലേ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംശയിക്കേണ്ടതുള്ളൂ. ഈ പ്രായത്തിലുള്ള കുട്ടികളെല്ലാം ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് അമ്മ സമാധാനിപ്പിക്കുന്നു. അപ്പോഴാണ് കോങ് കുറേ സമയമായി ഷിയാൻ്റെ മുറിയിൽ കയറി ഇരിക്കുകയാണല്ലോ എന്ന് അമ്മയ്ക്ക് ഓർമ്മ വരുന്നത്. അവർ ആ കാര്യം ഭർത്താവിനോട് പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുകയായിരിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും വാതിൽ തുറന്ന് ഷിയാൻ അകത്തെത്തിയിരുന്നു. അച്ഛന് ഫ്രൂട്ട്സ് കഴിക്കാൻ അവളെ വിളിച്ചെങ്കിലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവൾ അകത്തേക്ക് പോകുന്നു. കണ്ടില്ലേ അവളുടെ പെരുമാറ്റം, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നില്ലേ എന്ന് അച്ഛൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്. ഷിയാൻ മുറിയിലേക്ക് കയറിയപ്പോൾ കോങ് അവളുടെ ഡയറിയിൽ എന്തോ പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെ കണ്ടതും പെട്ടെന്ന് അവനെ ഒളിപ്പിക്കുന്നു. നീ എൻ്റെ മുറിയിൽ എന്തെടുക്കുകയാണ്, ഇവിടെ കയറാൻ നിന്നോട് ആര് പറഞ്ഞു എന്നവൾ ചോദിക്കുന്നു. നീ മുറി പൂട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ കയറിയത് എന്നവൻ പറയുന്നു. അവൻ ഡയറിക്ക് മുകളിൽ കൈ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നീ എൻ്റെ ഡയറി വായിച്ചോ എന്ന് ചോദിച്ചവൾ അത് പിടിച്ചെടുക്കാൻ നോക്കുന്നു. ഞാനെങ്ങും വായിച്ചില്ല എന്ന് പറഞ്ഞ് അവൻ ഡയറിയിൽ ബലമായി പിടിക്കുന്നു. അവസാനം ഡയറി അവളുടെ കയ്യിൽ കിട്ടുന്നു. കുറച്ച് ഭാഗം അവൻ കരിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് നീ എൻ്റെ ഡയറി നശിപ്പിച്ചോ എന്ന് ചോദിച്ചവൾ അവനെ അടിക്കാനായി ഓടുന്നു.
ചേച്ചി എന്നെ തല്ലാൻ വരുന്നതെന്ന് വിളിച്ചു കൂവിക്കൊണ്ടവൻ പുറത്തേക്ക് ഓടി ചെന്ന് അമ്മയ്ക്ക് പുറകിൽ വിളിക്കുന്നു. ഷിയാൻ ഡയറി അമ്മയെ കാണിച്ച് പരാതി പറഞ്ഞിട്ട് വീണ്ടും കോങ്ങിനെ പിടിക്കാൻ പോകുന്നു. അമ്മ പതിവ് പോലെ മകന് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട്, ഇത് വെറും ഒരു ബുക്കല്ലേ, നിൻ്റെ അനിയൻ കുഞ്ഞല്ലേ, നീ അതുപോലെയാണോ, മാത്രമല്ല ഈ ഡയറിയിൽ കുത്തിക്കുറിച്ചിരിക്കുന്നത് സമയം കളയാതെ ആ സമയത്ത് നിനക്ക് വല്ലതും പഠിച്ചുകൂടെ, അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല, അതിന് നീ അങ്ങ് ദേഷ്യപ്പെടുന്നത് എന്തിനാണ് എന്നവർ അവളോട് ചോദിക്കുന്നു. ഷിയാന് ശരിക്കും സങ്കടം വരുന്നു. അവൾ ചെറുതായി കരഞ്ഞുകൊണ്ട്, ഡയറി എഴുതുന്നെന്ന് കരുതി ഞാൻ പഠിത്തമൊന്നും ഉഴപ്പാറില്ല, മാർക്ക് കുറയുന്നത് എൻ്റെ അല്ല അവൻ്റെയാണ്, അമ്മ പിന്നെ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്, ഞാൻ അമ്മയുടെ മകളല്ലേ എന്നവൾ ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വരുന്നു. എന്നോടിങ്ങനെ ചോദിക്കാൻ നിനക്കെങ്ങനെ തോന്നി, എൻ്റെ ഓരോ ദിവസവും എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞതാണെന്ന് നിനക്കറിയാമോ, ഞാൻ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യവും ഡ്രസ്സിൻ്റെ കാര്യവും എല്ലാം നോക്കുന്നില്ലേ, നീ ഇപ്പോൾ വളർന്നില്ലേ, നിനക്ക് അനിയനോട് കുറച്ചുകൂടി സോഫ്റ്റായി പെരുമാറിക്കൂടെ, നീ എന്തിനാണ് അവനോട് എതിർക്കുന്നത് എന്ന് അമ്മ അവളോട് ചോദിക്കുന്നു. ഷിയാൻ മറുപടി പറയാൻ കഴിയാതെ നിന്ന് കരയുകയാണ്. അച്ഛൻ എഴുന്നേറ്റ് അമ്മയെ ശാന്തയാക്കാൻ ശ്രമിക്കുന്നു. ഷിയാന് ബാഡ്ജ് നീട്ടിക്കൊണ്ട്, നിൻ്റെ അമ്മ നോക്കിയെടുത്തതാണിത്, നീ മുറിയിലേക്ക് പോയിക്കോ എന്ന് അവളോട് പറയുന്നു. ഇന്ന് അവൻ കാരണം ബാഡ്ജിൻ്റെ പേരിലും വഴക്ക് കേൾക്കേണ്ടി വന്നല്ലോ എന്നുകൂടി ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം ഇരട്ടിയാകുന്നു. അവൾ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്നു. അകത്ത് ചെന്നിരുന്ന് കരയെഴുത് എന്നവൾ സ്വയം പറഞ്ഞ് കണ്ണ് തുടച്ചുകൊണ്ട് ഒരു വർക്ക്ഷീറ്റ് എടുത്തു വെച്ച് അത് ചെയ്യാൻ തുടങ്ങുന്നു. സിയെ വീട്ടിൽ നിന്ന് റോബോട്ടിനെ കുറിച്ചുള്ള പഠനത്തിലാണ്. അമ്മ ഒരു ബോക്സുമായി അവൻ്റെ അടുത്തെത്തി, ഇത് കുറച്ച് ഗോൾഡൻ കേക്കാണ്, ഞാനിന്ന് പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ്, മറക്കാതെ ഇതിൽ നിന്ന് കുറച്ച് ഷിയാനും കൂടി നൽകണം, അവളുടെ പുതിയ കുട്ടിയല്ലേ, സ്കൂളിലും അവൾക്ക് ആരെയും പരിചയം കാണില്ല, അതുകൊണ്ട് നീ കുറച്ചുകൂടി നന്നായി അവളെ ശ്രദ്ധിച്ചോണം എന്നൊക്കെ അമ്മ അവനോട് പറയുന്നു. അവനതെല്ലാം തലകുലുക്കി സമ്മതിക്കുന്നു. അടുത്ത ദിവസം സീനിയർ കുട്ടികൾക്ക് ക്ലാസ് നേരത്തെ തുടങ്ങുമെന്ന് പറഞ്ഞ് ഷിയാൻ്റെ അച്ഛൻ ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കാതെ നേരത്തെ സ്കൂളിലേക്ക് പോകുന്നു. ഷിയാൻ കഴിക്കാനായി വന്നപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്ന കോങ്ങിൻ്റെ തോളിൽ തട്ടി എന്തോ സൂചന നൽകിയിട്ട് അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവൻ മനസ്സില്ലാ മനസ്സോടെ ചേച്ചിയോട് സോറി പറയുന്നു. ഇന്നലെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ ചേച്ചിയുടെ അനുവാദമില്ലാതെ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല, എന്നോട് ക്ഷമിക്കുമോ എന്ന് ചോദിക്കുന്നു. ഷിയാൻ പക്ഷേ അതൊന്നും കേൾക്കാത്ത മട്ടിൽ അവനെ മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കഴിക്കുകയാണ്. എന്നോട് ക്ഷമിച്ചെന്ന് പറ ചേച്ചി, ഇല്ലെങ്കിൽ അമ്മ എന്നെ തല്ലും എന്ന് കൊഞ്ചിക്കൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് വന്ന അമ്മ അവൻ്റെ പുറത്ത് തട്ടി, നീ പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിച്ച് അവിടെ നിന്ന് പോകുന്നു. അമ്മയാണതിന് പുറകിലെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. ഇനി മേലിൽ എൻ്റെ സാധനങ്ങളിൽ തുടരുത് എന്നവൾ പറഞ്ഞപ്പോൾ അവൻ സന്തോഷത്തോടെ സമ്മതിക്കുന്നു. പിണക്കം മാറിയതിൽ ഷിയാനും സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അടുക്കളയിൽ നിന്നുകൊണ്ട്, ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൂടി കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അവളോടായി വിളിച്ചു പറയുന്നു. അതുകൂടി കേട്ടപ്പോഴേക്കും അവളുടെ വിഷമമൊക്കെ മാറുന്നുണ്ട്. സന്തോഷത്തോടെയാണ് അവൾ ക്ലാസ്സിലെത്തിയത്. പക്ഷേ അവളുടെ സന്തോഷം കെടുത്തുന്ന രീതിയിലായിരുന്നു പുതിയ ഡെസ്ക്മേറ്റിൻ്റെ പെരുമാറ്റം. അവൾ നോക്കുന്നത് പോലും അവന് ഇഷ്ടപ്പെട്ടില്ല. അവളുടെ മുന്നിലെ സീറ്റിലിരുന്ന ഒരു കുട്ടി അവളെ പരിചയപ്പെട്ടുകൊണ്ട്, എൻ്റെ പേര് ഫെങ് എന്നാണ്, അവനെ മൈൻഡ് ചെയ്യേണ്ട, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് അവളോട് പറയുന്നു. സിഐയുമായി നിനക്ക് നേരത്തെ പരിചയമുണ്ടോ എന്ന് ഫെങ് ചോദിച്ചപ്പോൾ ഇല്ല എന്നവൾ പറയുന്നു. പിന്നെന്തിനാണ് നീ വരുന്നതിന് മുമ്പ് അവൻ നിന്റെ ഡ്രോവറിൽ എന്തോ കൊണ്ടുവച്ചത് എന്ന് ഫെങ് ചോദിക്കുന്നു. ഡ്രോവറിലിരിക്കുന്ന കേക്ക് ബോക്സ് അപ്പോഴാണ് ഷിയാൻ കണ്ടത്. അവൾ വേഗം അതെടുത്ത് സിയയുടെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് ഇത് തിരികെ എടുത്തോ എന്ന് പറയുന്നു. നിനക്കിത് തരാൻ എൻ്റെ അമ്മയാണ് പറഞ്ഞത് എന്ന് സിയെ പറഞ്ഞെങ്കിലും എനിക്ക് വേണ്ട എന്ന് തന്നെ അവൾ പറയുന്നു. വാൻ പെട്ടെന്ന് ആ ബോക്സ് കയ്യിലെടുത്തുകൊണ്ട്, ഇത് ഗോൾഡൻ കേക്ക് അല്ലേ, കുറേ നാളായി ഞാനിത് കഴിക്കണമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നു. എങ്കിൽ നീ അതെടുത്തോ എന്ന് പറഞ്ഞ് ഷിയാൻ തിരികെ പോകുന്നു. അവൾ തിരികെ ചെന്നിരുന്നപ്പോൾ ഫെങ് അവളോട്, നിനക്ക് ശരിക്കും അവനെ പരിചയമില്ലേ, ഞാൻ അവൻ്റെ വലിയ ഫാനാണ്, നാഷണൽ ഒളിമ്പ്യാഡിൽ അവൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ, അവൻ്റെ ക്ലാസ്സിൽ ഒപ്പം പഠിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എന്നൊക്കെ ഫെങ് സിയയെ പുകഴ്ത്തി പറയുന്നു. ആ പുകഴ്ത്തൽ പക്ഷേ ഷിയാൻ്റെ പുതിയ ഡെസ്ക്മേറ്റായ വെന്നിനെ തീരെ പിടിച്ചിട്ടില്ല. ഇവിടെ ഇരുന്ന് ബഹളമുണ്ടാക്കി ശല്യപ്പെടുത്തരുത് എന്ന് അവൻ മറ്റ് രണ്ടുപേരോടുമായി പറയുന്നു. വാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിനക്കത്ര പ്രശ്നമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവനോട് കയർത്തിട്ട് ഫെങ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഷിയാൻ ബാഗിൽ നിന്ന് എന്തോ എടുത്തപ്പോൾ അറിയാതെ അവളുടെ കൈ വെന്നിൻ്റെ ദേഹത്ത് മുട്ടുന്നു. അവൻ അസ്വസ്ഥതയോടെ, നിനക്ക് ശ്രദ്ധിച്ച് ചെയ്തുകൂടെ എന്ന് ഷിയാനോട് ചോദിക്കുന്നു. അവൾ അവിടെ ഇരുന്ന് പെൻസിലിന് മൂർച്ച കൂട്ടാൻ തുറക്കുന്നത് കണ്ട്, ഇവിടെയൊക്കെ പൊടി വീഴും, പുറകിൽ പോയി നിന്ന് ചെയ്യാനെന്ന് പറഞ്ഞ് അവൻ അവളെ പറഞ്ഞു വയ്ക്കുന്നു. ഇതിലും ഭേദം സിയ തന്നെ ആയിരുന്നു എന്ന് ചിന്തിച്ചവൾ പുറകിൽ പോയി നിന്ന് പെൻസിൽ വെട്ടുന്നു. വെൻ കാണിക്കുന്നത് കുറച്ച് കൂടുതലല്ലേ എന്ന് ഷാദിയും ശിശിയും കൂടി പറയുന്നുണ്ട്. സിയയും സഹതാപത്തോടെ ഷിയാനെ നോക്കുന്നുണ്ട്. അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ, പഠിക്കാൻ മാത്രം അറിയാവുന്ന ഒരുത്തൻ, അവൻ്റെ അടുത്തിരിക്കുന്ന ദിവസങ്ങൾ കുട്ടിബോധത്തിന് നന്നായി പാടുപെടേണ്ടി വരും എന്ന് പറഞ്ഞ് ശിശി സിയയോട് ശരിയല്ലേ എന്ന് ചോദിക്കുന്നു. എനിക്കവനെ വലിയ പരിചയമില്ല, അതുകൊണ്ട് അവൻ്റെ സ്വഭാവം എനിക്കറിയില്ല എന്ന് സിയെ പറഞ്ഞപ്പോൾ, നിനക്കവനെ അറിയില്ലെങ്കിലും അവന് നിന്നെ നന്നായി അറിയാം, നമ്മൾ ജൂനിയർ ഹൈസ്കൂളിലായിരുന്നപ്പോൾ നിനക്ക് സുഖമില്ലായിരുന്ന കാരണം ഒരു മാത്സ് പരീക്ഷയിൽ അവൻ ഒന്നാമതെത്തി, നിന്നെ 2ാം സ്ഥാനത്താക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷം അവൻ ഒരാഴ്ചയോളം ആഘോഷിച്ചു എന്ന് ശിശി പറയുന്നു. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു എന്ന രീതിയിൽ ഷിയാൻ നിൽക്കുന്നിടത്തേക്ക് നോക്കുന്നുണ്ട്. അന്ന് ഷിയാൻ എന്തിനോ പുറത്തു പോയിട്ട് വന്നപ്പോഴേക്കും മാത്സിൻ്റെ എക്സർസൈസ് ഷീറ്റ് കുട്ടികൾക്കെല്ലാം വിതരണം ചെയ്ത് കഴിച്ചിരുന്നു. എനിക്കുള്ള പേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് അവൾ ഫെങ്ങിനോട് ചോദിക്കുന്നു. വെൻ അത് വാങ്ങി നിൻ്റെ ഡ്രോയറിൽ വെച്ചിട്ടുണ്ടായിരിക്കണമല്ലോ എന്ന് ഫെങ് പറഞ്ഞപ്പോൾ അവൾ ഡ്രോയറിൽ നോക്കിയിട്ട് അവിടെ ഇല്ലാത്തതുകൊണ്ട് വെന്നോട് നീ എനിക്ക് വേണ്ടി പേപ്പർ വാങ്ങിയിരുന്നു എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ ആർക്ക് വേണ്ടി വാങ്ങാൻ എനിക്കൊരു ഉദ്ദേശവുമില്ല, നീ സബ്ജക്ട് റെപ്രസെൻറ്റേറ്റീവിനോട് പോയി ചോദിക്കാൻ അവൻ ഒട്ടും മയമില്ലാതെ പറയുന്നു.
ബോർഡിൽ എഴുതിയിരിക്കുന്ന സബ്ജക്ട് റെപ്രസെൻറ്റേറ്റീവ് ശിശിയാണെന്ന് കണ്ട് അവൾ മടിച്ച് അവൻ്റെ അടുത്ത് നിന്ന് എക്സ്ട്രാ പേപ്പർ ഇരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ബാക്കിയുണ്ടായിരുന്നതെല്ലാം ഞാൻ തിരികെ ടീച്ചറിനെ ഏൽപ്പിച്ചു. നിന്റെ ഡെസ്ക് മേറ്റ് നിനക്കുള്ളത് കരുതിയില്ല എന്ന് ശിശി ചോദിക്കുന്നു. കുഴപ്പമില്ല, ഞാൻ ടീച്ചറിനോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞവൾ സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നു. അവൾക്ക് സിയയുടെ അടുത്ത് തന്നെ ഇരുന്നാൽ പോരായിരുന്നു എന്ന് ശിശി ഒരു നെടുവീർപ്പോടെ പറയുന്നു. നീ നിന്റെ പേപ്പർ വിതരണം ചെയ്യുന്ന ജോലി മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ അവൾക്ക് ഇപ്പോഴിങ്ങനെ പോവേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഷാദി ശിശിയെ കുറ്റപ്പെടുത്തുന്നു. സിയയും അവൾക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ രണ്ടും കൂടി എന്നെ കുറ്റക്കാരനാക്കുകയാണല്ലേ, അടുത്ത തവണ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നവൻ പറയുന്നു. അവൾ സ്റ്റാഫ് റൂമിൽ ചെന്ന് ടീച്ചർ ലീവിനോട് എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. വേറൊരു ക്ലാസ്സിൽ ഷോർട്ടേജ് വന്നതിനാൽ അവർ വന്ന് വാങ്ങിക്കൊണ്ട് പോയി. ഇനിയിപ്പോൾ ഒരെണ്ണമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് സീനിയർ സ്റ്റാഫ് റൂമിൽ പോയി അവിടെ ഇരിക്കുന്ന ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ നിന്ന് ഒരു കോപ്പി എടുത്തോളാൻ പറഞ്ഞ് അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവൾക്ക് നൽകുന്നു. അവളുടെ അച്ഛൻ്റെ സ്റ്റാഫ് റൂം ആയിരുന്നു അത്. അവൾ അവിടെ നിന്ന് കോപ്പി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കുട്ടികൾ ടീച്ചേഴ്സ് ഡേയുടെ ഗിഫ്റ്റ് അധ്യാപകരുടെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് പോകുന്നുണ്ട്. അവളുടെ അച്ഛൻ്റെ മേശ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് ഈ പുതിയ സാറിന് ആരും ഗിഫ്റ്റൊന്നും കൊടുത്തില്ലെന്നാണ് തോന്നുന്നത് എന്നവർ തമ്മിൽ പറഞ്ഞു പോകുന്നത് ഷിയാൻ കേൾക്കുന്നു. അച്ഛനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയതിനാൽ അവൾ അച്ഛൻ്റെ മേശക്കരികിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന ഡയറി തുറന്നു നോക്കുന്നുണ്ട്. അവൾ അവിടെ നിൽക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന അച്ഛൻ അവളെ കണ്ട് നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നു. ഷിയാൻ അതിനൊന്നും മറുപടി പറയാതെ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ അച്ഛനെ കാത്തു നിൽക്കട്ടെ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം സന്തോഷത്തോടെ സമ്മതിക്കുന്നു. അവൾ പറഞ്ഞതുപോലെ അവർ ഒരുമിച്ചാണെന്ന് വീട്ടിലേക്ക് പോയത്. നമുക്ക് രണ്ടുപേർക്കും ഈ സ്ഥലം അപരിചിതമാണ്. പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം. അതെല്ലാം നമുക്ക് ഒരുമിച്ച് നിന്ന് ഫേസ് ചെയ്യാമെന്ന് വഴിയിൽ വെച്ച് അച്ഛൻ അവളോട് പറയുന്നു. അവൾക്ക് പ്രിയപ്പെട്ട ചെസ്റ്റ്നട്ട് വഴിയിലൊരിടത്ത് വിൽക്കുന്നത് കണ്ട് അച്ഛൻ അത് വാങ്ങാനായി സൈക്കിൾ അവളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അച്ഛൻ പോയിടത്തേക്ക് നോക്കി നിന്ന് അവൾ സ്റ്റാഫ് റൂമിൽ വെച്ച് ആ ഡയറിയിൽ വായിച്ചത് ഓർമ്മിക്കുന്നു. ആ ഡയറി അവൾക്ക് പുതിയ സ്കൂളിലേക്ക് വന്നതിന് സമ്മാനമായി നൽകാൻ അച്ഛൻ എടുത്ത് വെച്ചതാണ്. അവൾക്ക് വേണ്ടി അതിലൊരു ചെറിയ കത്തും അദ്ദേഹം എഴുതിയിരുന്നു. നിന്നെപ്പോലെ തൊട്ടാവാടിയായ ഒരു പെൺകുട്ടിക്ക് പുതിയ അന്തരീക്ഷത്തിൽ ഞങ്ങളോട് തുറന്നു പറയാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. നീ അതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിലും എനിക്ക് നിന്നെ മനസ്സിലാകും. ഞാൻ നിനക്കൊപ്പം ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം എന്നാണ് അദ്ദേഹം അത് എഴുതിയിരുന്നത്. അച്ഛന് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്നോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അച്ഛനും ഈ പുതിയ അന്തരീക്ഷത്തിൽ തന്നെ പോലെ തന്നെയാണ്. പൊരുത്തപ്പെടാൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. അച്ഛൻ ചെസ്റ്റ്നട്ടുമായി മടങ്ങി വന്നപ്പോഴേക്കും ബാഗിൽ കരുതിയിരുന്ന ഗിഫ്റ്റ് പാക്കറ്റ് അവളെടുത്ത് പുറകിൽ ഒളിപ്പിച്ചു പിടിച്ചിരുന്നു. അവൾ അച്ഛന് നൽകിയിട്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ ആശംസിക്കുന്നു. ഫ്ലാസ്ക് പോലത്തെ ഒരു ഗ്ലാസ് ആയിരുന്നു അത്. അച്ഛന് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അവർ ഒരുമിച്ച് നടന്നു പോകുന്നത് കണ്ട് പുറകെ വന്ന സിയെ കുറച്ചു നേരം അത് നോക്കി നിൽക്കുന്നു. ഷിയാനും അച്ഛനും വീടിനടുത്തെത്തിയപ്പോൾ സിയയുടെ അമ്മ അവനെ കത്തവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോഴേക്കും സിയയും അവിടെ എത്തുന്നു. ക്ലാസ്സിൽ കാണിക്കുന്ന പിണക്കമൊന്നും പേരൻസിൻ്റെ മുന്നിൽ കാണിക്കാതെ രണ്ടുപേരും സുഹൃത്തുക്കളെ പോലെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ കൊടുത്തുവിട്ട ഗോൾഡൻ കേക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് സിയയുടെ അമ്മ ചോദിച്ചപ്പോൾ ഷിയാൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവൾ ചമ്മൽ മറിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ഞാനത് മുഴുവൻ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവൾ മുഖത്ത് നോക്കി ഒരു മടിയുമില്ലാതെ കള്ളം പറയുന്നത് കേട്ട് സിയെ അമ്പരപ്പോടെ അവളെ നോക്കുന്നുണ്ട്. ഞാൻ ഇനിയും വാങ്ങിത്തരാമെന്ന് അവൻ്റെ അമ്മ പറയുന്നു. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചപ്പോഴത്തെ പോലെ ഇവരും നല്ല കൂട്ടുകാരായി സ്കൂളിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ സിയയുടെ അമ്മ ഷിയാൻ്റെ അച്ഛനോട് വിശേഷങ്ങൾ പറയുന്നു. കേക്കിൻ്റെ കാര്യത്തിൽ കള്ളം പറയാൻ നിനക്കൊരു മടിയും തോന്നിയില്ലേ എന്ന് സിയെ പതുക്കെ ഷിയാനോട് ചോദിക്കുന്നു. നീ എന്നെ പറ്റിക്കാൻ ശ്രമിച്ചതാണെന്നാണ് ഞാൻ കരുതിയത്, ശരിക്കും ആൻറ്റി തന്നതാണെന്ന് ഞാൻ കരുതിയില്ല എന്ന് അവളും പതുക്കെ പറയുന്നു. പെട്ടെന്നാണ് സിയയുടെ അമ്മയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നത്. നമുക്കിവരെ സ്കൂളിലേക്ക് ഒരുമിച്ച് വിട്ടാലോ എന്നവർ ചോദിക്കുന്നു. ഷിയാൻ്റെ അച്ഛനും അത് വലിയ സന്തോഷമായിരുന്നു. ഇനി മുതൽ നീ സൈക്കിളിൽ പോകണ്ട, ഷിയാനൊപ്പം നടന്നു പോവുകയും വരികയും ചെയ്താൽ മതിയെന്ന് സിയയുടെ അമ്മ അവനോട് പറയുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒന്നിടവിട്ട് ഉണ്ടാക്കാം എന്നവർ പറയുന്നു. ഷിയാൻ്റെ കൂടെ പോകാൻ നിനക്ക് സമ്മതമാണോ എന്ന് അവളുടെ അച്ഛൻ ചോദിച്ചപ്പോൾ സിയ വിനയത്തോടെ സമ്മതിക്കുന്നു. നിങ്ങൾ ഒരേ ക്ലാസ്സിലായത് നന്നായി, രണ്ടുപേരും പരസ്പരം എന്താവശ്യമുണ്ടെങ്കിലും സഹായിക്കണം എന്നുകൂടി അച്ഛൻ പറയുന്നു. അതിനെന്താ, ഉറപ്പായും സഹായിക്കാമല്ലോ. ഷിയാൻ ക്ലാസ്സിൽ എന്നോട് നന്നായി അടുത്ത് കഴിഞ്ഞു എന്ന് സിയ അച്ഛനോട് കള്ളം പറയുന്നു. രണ്ട് പേരൻസും സന്തോഷത്തോടെ മുന്നോട്ട് നടക്കുന്നു. നീ അഭിനയിക്കാൻ മിടുക്കനാണല്ലോ എന്ന് ഷിയാൻ സിയയോട് പതുക്കെ പറയുന്നു. നീയും ഒട്ടും മോശമല്ലല്ലോ എന്ന് സിയ തിരിച്ചും പറയുന്നുണ്ട്. രണ്ടുപേരും പേരൻസിനൊപ്പം വീടുകളിലേക്ക് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.